പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായാണ് സമ്മേളനത്തിലേക്ക് നീങ്ങുകയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയാണ് സമ്മേളനങ്ങൾ പൂർത്തിയാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നവകേരളത്തിനുള്ള പുതിയ വഴികൾ പിണറായി വിജയൻ അവതരിപ്പിക്കും. പുതിയ മാറ്റങ്ങൾ സംബന്ധിച്ച ചർച്ച സമ്മേളനത്തിലുണ്ടാകും. ഭരണ തുടർച്ചയ്ക്ക് ദിശാബോധം നൽകുന്ന ചർച്ചകൾ നടക്കും. ഉപതെരഞ്ഞെടുപ്പിൽ 7 വാർഡുകളിൽ കോൺഗ്രസ് മൂന്നാമതാണ്. കോൺഗ്രസ് വാർഡിൽ SDPI വിജയിച്ചു. 465 വോട്ടുകൾ കിട്ടിയ സ്ഥലത്ത് 148 വോട്ടുകളാണ് കിട്ടിയത്. UDF വോട്ട് SDPIക്ക് അനുകൂലമായി മാറ്റിയെന്നും അദ്ദേഹം ആരോപിച്ചു. LDF വോട്ട് വർദ്ധിപ്പിച്ചു. SDPI ജയിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള നീക്കുപോക്കുകളായി ഇതിനെ കാണണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ശ്രീവരാഹം ഡിവിഷനിൽ കോൺഗ്രസ് വോട്ട് BJPക്ക് നൽകി. കോൺഗ്രസ് വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിനടുത്ത കടൽ ഖനനത്തിനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായ എതിർപ്പ് LDFും CPIMും ഉയർത്തി. സർക്കാരിനെക്കുറിച്ച് ജനങ്ങളുടെ താൽപര്യം കൂടി. ആശാവർക്കർമാർ ശത്രുവല്ല, അദാനിയും അംബാനിയുമെല്ലാമാണ് ശത്രുക്കൾ. ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് കേരളത്തിലാണ്. അവരുടെ പ്രശ്നം പരിഹരിക്കണം. ആശാവർക്കർമാരുടെ സമരം തുടങ്ങിയത് CITU-ആണ്. സമരവും നേതൃത്വവും നൽകുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. നേതൃത്വത്തിൽ SDPI-യുണ്ട്, ജമാഅത്തുണ്ട്. കേരളത്തിൻ്റെ വികസനത്തിനെതിരായ ടീമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു. 3-ാം ടൈമിൽ അധികാരത്തിലെത്തുമെന്നും പിണറായിയുടെ ഇളവ് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചതാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.